സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ അതിനിർണായകമായ വെളിപ്പെടുത്തലുകളുമായി നയനയുടെ സുഹൃത്ത് തത്സമയം ന്യൂസ് 18-നൊപ്പം ചേരുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ നയനയുടെ സുഹൃത്തിനൊപ്പം ഉണ്ട്. കിരൺ, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു കേസാണ് നയന സൂര്യയുടെ യുവ സംവിധായികയായിരുന്ന നയന സൂര്യന്റെ ദുരൂഹമരണം. 2019 ഫെബ്രുവരി മാസം 29-ാം തീയതിയാണ് നയന സൂര്യനെ ആൽത്തറ നഗറിലുള്ള വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കൾ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് മരണം സംഭവിച്ചിരുന്നു. പക്ഷേ അന്ന് അസ്വാഭാവികതകൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ശരീരത്തിൽ മാരകമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു ദുരൂഹ മരണത്തിന്റെ ചുരുളഴിയുന്നതിനു വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ DCRB DYSP GK ദിനിലിന് കേസുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴി നൽകിയ ഈ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നയനയോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന 2 സുഹൃത്തുക്കളിൽ ഒരാളായ നഗരത്തിലെ ഒരു സ്വകാര്യ കോളേജിലെ അധ്യാപിക ഇപ്പോൾ ന്യൂസ് 18നോട് ഒപ്പം ചേരുകയാണ്. നമസ്കാരം. ഏറിയ മാനസിക സമ്മർദ്ദത്തിലാണ് എന്നറിയാം, എങ്കിലും ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഈ നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത എന്താണെന്ന കാര്യം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ 2019 ഫെബ്രുവരി 23-ാം തീയതി, അതായത് ജന്മദിനത്തിന്റെ അന്ന് തന്നെയാണ് നയന മരണപ്പെട്ടു എന്നൊരു വാർത്ത അറിയേണ്ടി വന്നത്. അത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കടക്കം, മാധ്യമപ്രവർത്തകർക്കടക്കം അതുമായി ബന്ധപ്പെട്ട നയനയെ ഒരു യുവ സംവിധായക എന്ന നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ട്. പക്ഷേ ഈ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു നയന എന്ന തരത്തിലുള്ള വാർത്തകളും അന്ന് പ്രചരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നിലവിൽ ഇത്തരത്തിൽ മൊഴി നൽകുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അന്ന് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാതിരുന്നതിന്റെ കാരണം എന്താണ്? അന്ന് ഇപ്പോൾ കേൾക്കുന്ന തരത്തിലുള്ള സംശയങ്ങളൊന്നും അന്ന് ഉടലെടുത്തിട്ടില്ല. കാരണം ഞാനന്ന് കൂടെ താമസിക്കുന്ന, വളരെ കുറച്ചു കാലമാണെങ്കിലും ആ കൂടെ താമസിച്ചിരുന്ന നാളുകളിൽ മിക്ക ദിവസങ്ങളിലും പ്രോപ്പറായി ഭക്ഷണം കഴിക്കാതെ, പ്രോപ്പറായി ഉറങ്ങാതെ, ദിവസവും വേദനിച്ചും കരഞ്ഞും അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് നയനേച്ചി. എന്റെ ഓർമ്മയിൽ എന്താണ് അങ്ങനെ ഒരു കാരണത്തിലേക്ക്? അത് പുള്ളിക്കാരിയുടെ മെന്റർ ആയിട്ടുള്ള ലെനിൻ സാർ മരിച്ചതിന് ശേഷം നിരന്തരം ഇങ്ങനെ വേദനയിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് അങ്ങോട്ട് മാറുന്ന സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധ്യതയുള്ള, ഷുഗർ ലെവൽ താണു പോകാൻ സാധ്യതയുള്ള, വളരെ വീക്ക് ബോഡിയുള്ള ഒരാളാണ്. മാത്രമല്ല അതിനു മുൻപ് വീട്ടിൽ വെച്ചിട്ട് ചേച്ചി ഹോസ്പിറ്റലൈസ്ഡും ആയിട്ടുണ്ട്. ഒരു തവണ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന ഒരാളാണ്. ബിക്കോസ് പുള്ളിക്കാരിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്, ഉറങ്ങില്ല, എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടച്ചാലായി. അപ്പോൾ ആ ഒരു ആംഗിളിൽ കൂടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് തുടക്കത്തിൽ. അന്ന് പോരാത്തതിന് നമ്മളെല്ലാം മാനസികമായിട്ട് അത്രയും വേദനയിൽ, ഷോക്കിലും ഇരിക്കുമ്പോൾ ആ ഒരു ആംഗിളിൽ നിന്ന് മാറി ഒരു ആംഗിളും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അന്നില്ല. ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇത് വീണ്ടും ഒന്നേന്ന് തുടങ്ങും ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളും ചോദിക്കുവാണ്, എവിടെ? അപ്പൊ ഇത്രയും കാലം ഈ ഡീറ്റെയിൽസ് ഒക്കെ ആരും പരിശോധിച്ചില്ലേ? ഞങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംശയം, എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24-ാം തീയതി തന്നെ പുറത്തു വന്നിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒരിക്കൽ പോലും അത് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിനുശേഷം ഞാൻ വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത് പിന്നീട് മൊഴിയെടുക്കാനായിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഞാൻ. അതല്ലാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, 1-2 ദിവസങ്ങൾക്കുള്ളിൽ. ഓക്കെ, അപ്പൊ അന്ന് മൊഴി നൽകുന്ന സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്ന തരത്തിൽ മൊഴി നൽകിയിരുന്നു? ഇല്ല, എനിക്ക് അസ്വാഭാവികത അന്ന് തോന്നിയിട്ടില്ല. കാരണം അത്ര സുഖമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ ആലോചിച്ചു, 1-2 ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും ഒരു വെള്ളം എടുത്തു കൊടുക്കാൻ ആളില്ലാതായി പോയി കാണുമോ, കിടന്ന കിടപ്പിന്ന് എഴുന്നേക്കാൻ പറ്റാണ്ടായി കാണുമോ, ഷുഗർ പോയി താഴ്ന്നു കാണുമോ, അവൾ കഴിച്ചിട്ടുണ്ടാവില്ല, കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു തോട്ടിൽ നിന്ന് മാറി ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ പോസിബിൾ ആവുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾ തമ്മിൽ അവസാനമായിട്ട് സംസാരിച്ചത് ഏകദേശം എന്നായിരിക്കും? ഈ ഫെബ്രുവരി 23-ന് മുമ്പ് ഏകദേശം എന്റെ 19-ാം തീയതി എന്റെ പിറന്നാളായിരുന്നു. അപ്പൊ ഇത്രയും 4 വർഷത്തിന്റെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഡേറ്റുകൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും 19 എന്റെ പിറന്നാളായതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്.
അപ്പം ആ ഡേറ്റ് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം പകൽ എന്തായാലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഞാൻ തിരിച്ച് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്, എക്സ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുന്ന അന്ന് അവൾ എന്നോട് സംസാരിച്ചു. അതായത് എന്റെ പിറന്നാളിന് എന്നെ വിളിക്കരുത്, ഇതെനിക്ക് ആഘോഷിക്കാനൊന്നുമില്ല, എന്നെ ആഘോഷിക്കാനെന്ന് പേരും പറഞ്ഞ ആരും സെലിബ്രേറ്റ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അങ്ങനെ പറയാൻ ഈ ഒരു വിഷാദാവസ്ഥയിലായിരുന്നതാണോ കാരണം, അതോ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടതായിട്ട് തോന്നിയിരുന്നു? ഇല്ല, അവള് നല്ല വിഷാദത്തിലായിരുന്നു, കടുത്ത വിഷാദത്തിൽ. കാരണം ഞാനും മാനസികമായിട്ട് മറ്റ് പല എന്റെ പേഴ്സണൽ കാര്യങ്ങളും ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എന്റെക്കാൾ വലിയൊരു വിഷാദ രോഗിയായിട്ടാണ് അവളെ കണ്ടത്. അപ്പൊ ഞാൻ ആലോചിച്ചു, അവൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഈ വിഷാദത്തിലും, അപ്പൊ എനിക്കും പറ്റും. ആ ഒരു ഹോപ്പിൽ നിന്നിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരി പോയി കഴിഞ്ഞപ്പോഴേക്കും എന്റെയും ആ ഒരു ഹോപ്പ് ലൂസ് ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കരുതിയിരുന്നത് ഇത് ആത്മഹത്യയാണ് അതോ ഷുഗർ ലെവൽ ഇതാണ്, ഇതിൽ ഏതെന്നാണ് നിങ്ങൾ? ഞാൻ കരുതിയിരുന്നത് അവൾക്ക് വിളിപ്പുറത്ത് ആളില്ലാതെ പോയപ്പോ ജീവൻ പോയി എന്നാണ് ഞാൻ കരുതിയത്. ഭക്ഷണമോ വെള്ളമോ മെഡിസിനോ മെഡിക്കൽ ഹെൽപ്പോ ഇല്ലാതെ, അല്ലെങ്കിൽ അവളുടെ ന്യൂട്രീഷനോ എന്തെങ്കിലും ഒരു ബോഡിയിൽ എന്തെങ്കിലും ഒരു ലെവൽ താഴ്ന്നിട്ട് ആള് പോയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്, എന്റെ ഒരു അന്നത്തെ ഒരു തോട്ട്. അല്ല, അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അത് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഈ ശരീരത്തിൽ ചില പാടുകൾ മാരകമായിട്ട് ഏറ്റിട്ടുണ്ട് എന്നാണ്. ഏതാണ്ട് 8 പോയിന്റുകൾ അവർ കൃത്യമായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഈ മുഖത്ത് കണ്ണിന്റെ ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരു പരാമർശം അതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പിന്നീട് ഈ നയനയുടെ മൃതദേഹം കാണുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നോ? അങ്ങനെ മൃതദേഹം കാണുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല ഷോക്കിലാണുള്ളത്, വേദനയിലാണുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു മൃതദേഹം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എങ്ങനെയൊക്കെ ശരിക്കുള്ള മുഖം അല്ലല്ലോ. അപ്പൊ നമ്മൾ അതിനകത്ത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഈ നിലവിൽ കഴിഞ്ഞ ഏതാണ്ട് ഈ 3.5 വർഷം, ഏതാണ്ട് 4 വർഷമാകാൻ പോവുകയാണ് ഈ ഫെബ്രുവരി 23-ാം തീയതി ആകുമ്പോൾ. അപ്പോൾ ഇത്രയും നാളും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഇങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ ഞാനൊരു അസ്വാഭാവികത പറഞ്ഞാൽ അതിൽ നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഞാനും ക്വസ്റ്റ്യൻ ചെയ്യാണ്. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുകയും അതിൻ്റെതായിട്ട് ചേച്ചിയുടെ ബോഡി വരെ നമ്മൾ ക്രിമേറ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വരണമെങ്കിൽ അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതിന്റെ എവിടെയാണ് ചേച്ചിയുടെ അന്നത്തെ വെയർ അബൌട്ട്സ്, പേഴ്സണൽ സാധനങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ആളെ അറിയത്തില്ല. എനിക്കൊരു മെന്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മോശം അവസ്ഥയിലും എന്നോട് കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല മോളെ, നീ പഠിക്കാനിരിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ചോദിക്കാറില്ല. കാരണം അയാൾ എന്നെക്കാൾ കുറച്ചുകൂടി മുതിർന്ന ആളാണ്. അയാളുടെ ഒരു പ്രൊഫഷനിലൊക്കെ അന്ന് ഞാനൊരു സ്റ്റുഡന്റ് അല്ലേ, അപ്പൊ ഞാൻ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഷി വാസ് ലൈക്ക് ഇൻഡിപെൻഡന്റ്, സ്ട്രോങ്, അങ്ങനെയൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പൊ അയാൾ ഡിപ്രസ്ഡ് ആയതുകൊണ്ട് ഞാനും. അല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സംസാരത്തിലോ മറ്റ് ഇടപാടുകളോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഭീഷണി ആരെയും പേടിച്ചിരുന്നതായി എപ്പോഴെങ്കിലും? ഇല്ല, അയാൾ അങ്ങനെ ഭീഷണിയെന്നോ അങ്ങനത്തെ ഒരു ത്രെറ്റ് ഫേസ് ഒന്നും ഞാൻ അയാൾ കണ്ടിട്ടില്ല. മാത്രമല്ല അയാൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഷീ വാസ് ടയേർഡ് മോസ്റ്റ്ലി. ആൻഡ് പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ ആ ഒരു വിഷാദത്തിൽ ഇരിക്കുന്നിടത്ത് അങ്ങനെ ഇരിക്കുക. ആ യൂക്കുലേലെ വായിച്ച് ഇങ്ങനെ വായിക്കാൻ അറിയില്ല അവൾക്ക്, പക്ഷെ അവൾ അതിലിങ്ങനെ കളിച്ച് ചിന്തയിൽ മുഴുകിയിരിക്കലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മോസ്റ്റ്ലി. അല്ലാതെ പുള്ളിക്കാരി ഒരു എന്താ പറയാ ഒരു ഒച്ച വെച്ച് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങനെ എൻ്റെ അടുത്ത് റേസ് ചെയ്തിട്ടില്ല. I don't know, because of the fact that ഞാൻ അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലായിരുന്നു. ലൈക്ക് ഐ വാസ് എ യങ്ങർ സിസ്റ്റർ ഓർ സംതിങ്. അപ്പോൾ അവള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പേഴ്സണലി അങ്ങനെ ഷെയർ ചെയ്തിട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഈ നിങ്ങൾക്ക് ആ വീടിന്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഇന്നടക്കം പോലീസിന്റെ റിപ്പോർട്ടിലടക്കം വലിയ ചർച്ചയാകുന്നത് ഈ മുറി അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് ആദ്യ അന്വേഷണത്തിൽ വെളിവായതെന്നാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നു അങ്ങനെയല്ല എന്ന്. അപ്പോൾ ആ ഡോറിന് സുരക്ഷിതമായിരുന്നു ആ ഡോറുകൾ നിങ്ങൾ താമസിക്കുന്ന സമയത്ത്? സുരക്ഷിതമാണ്. അത് ഞാനുള്ളപ്പോൾ പകൽ അവൾ തുറന്നിടാറുണ്ട്. അവൾ ഇറങ്ങി വരികയും ചേച്ചി ഇറങ്ങി വരികയും കയറി വരികയൊക്കെ ചെയ്യുന്നതാണല്ലോ. പിന്നെ അടച്ച് പൂട്ടുന്ന ഡോറാണ്. തട്ടി തുറന്നതും തട്ടി വിളിക്കാറുണ്ട് ഞാൻ ചിലപ്പോ.
എൻ്റെ ഓർമ്മകളിൽ ഓക്കെ അത്രയും ക്ലാരിറ്റിയോട് കൂടി പറയാൻ പറ്റില്ല എങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ് ആണ്. എല്ലാ ഡോറും അടച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഉറങ്ങാൻ കിടക്കുന്നതും. നിലവിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അസ്വാഭാവികതയാണ് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ അസ്വാഭാവികത തോന്നുന്നില്ല. പക്ഷെ ഇത്രയും ന്യൂസും കാര്യങ്ങളും ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഇത് വളരെ സയന്റിഫിക് ആയിട്ട് ഇതിന്റെ സോഴ്സ് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ അന്ന് നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസിന് മൊഴി നൽകിയിരുന്നു. ഓക്കെ, അന്ന് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ മൊഴി നൽകുന്നതിനിടയിൽ എടുക്കുന്നതിനിടയിൽ അന്ന് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ ചോദിച്ചറിഞ്ഞിരുന്നു? ഇല്ല, എനിക്ക് 4 വർഷം മുമ്പുള്ള മൊഴി കുറച്ചും കൂടി എനിക്ക് ഒന്ന് റീസെന്റ് മൊഴിയാണല്ലോ. എനിക്കത് അതിനുശേഷം ഞാൻ പറഞ്ഞത് ഞാൻ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ പേഴ്സണലി ഞാനൊരു ബാറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ തെറാപ്പിയും ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടൈമായിരുന്നു. സോ ഐ വാസ് സ്ട്രഗ്ലിംഗ്. അപ്പൊ എനിക്ക് ഒത്തിരി മെമ്മറി ലോസ് ഉണ്ട് ഇതിനകത്ത്. ഇമ്പോർട്ടന്റും അൺഇമ്പോർട്ടന്റുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ പ്രൈമറി അന്വേഷണ ഏജൻസിക്ക് ഞാൻ മൊഴി നൽകുമ്പോൾ എനിക്ക് എന്റെ ഓർമ്മയിൽ ഇതുവരെ വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഇന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് വന്നത്. അതായത് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നുണ്ട് എന്റെ മറവിയിൽ പെട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ വരുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കുമെന്ന്. അപ്പം ഞാൻ അവിടെ ആക്ച്വലി ഒരു ചേച്ചി താമസിക്കുന്നുണ്ടായിരുന്നു, റെന്റഡ്. ഞാൻ റെന്റഡ് ഷെയർ ചെയ്ത് നിന്നതൊന്നുമല്ല. ഷീ വാസ് ലൈക്ക് വെൽക്കമിങ് മീ ഇൻ നയനേച്ചി. എന്നോട് പറഞ്ഞു, നീ ഒരു 2 ആഴ്ച വന്ന് ഇന്ന് ഇവിടെ നിൽക്ക്. അങ്ങനെ ഒരു പറച്ചിലാണ്. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾ തമ്മിൽ ഒരേ നാട്ടുകാരാണ്? ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അതിനുശേഷം ചേച്ചി ഡിപ്രസ്ഡ് ആയ ഒരവസ്ഥയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഹോസ്റ്റൽ 1-2 ഹോസ്റ്റൽ മാറി, ഫുഡ് ശരിയാവാതെയും ലൈക്ക് അറ്റ്മോസ്ഫിയർ ശരിയാവാതെ ആൻഡ് ഓൾസോ ഐ വാസ് സോ സ്ട്രെസ്ഡ്. അപ്പൊ എന്റെ പഠിത്തവും ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ചേച്ചിനോട് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് 2 ആഴ്ച നിൽക്ക്, നീ ഹാളിൽ ബെഡുണ്ട്, നീ അവിടെ കിടന്നോ, പഠിച്ചോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് അവൾ എനിക്ക് അങ്ങനെ ഒരു എന്നെ അകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഷെയർ ചെയ്യുന്ന ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി പിന്നീട് പോലീസിന് മൊഴി നൽകുകയോ ഈ നിങ്ങളുമായി ബന്ധപ്പെടുകയോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണം നടത്തണമോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ആ ചേച്ചിനെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സർക്കിളിലൊന്നും കണ്ടിട്ടില്ലാത്ത, എനിക്കൊന്ന് പുറത്തുനിന്നുള്ള ഒരു റെന്റഡ് ഒരു അപ്പാർട്ട്മെന്റ്, ഒരു റെന്റഡ് റൂമിലേക്ക് എന്തോ ഒരു ജോലി ചെയ്യുന്ന ചേച്ചിയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോഴും എനിക്ക് ആ ക്ലാരിറ്റി ഇല്ല. ഒരു ഷാഡോ ആണല്ലോ പല ഓർമ്മയും. ആളുകളൊക്കെ ചില ആളുകളെ പേരറിയാത്ത ആളുകളൊക്കെ ഷാഡോ ആണ്. അപ്പോൾ ആ ചേച്ചി എന്തോ ഒരു ജോലിക്ക് പ്രിപ്പയർ ആയി പോകുന്നത് പോലെ ഉള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. 1-2 ദിവസങ്ങളുടെ ഒരു ഓർമ്മയുള്ളൂ പുള്ളിക്കാരി. അവർ തമ്മിൽ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു, നയനയും ഈ പറയുന്ന സുഹൃത്തും തമ്മിൽ? അതെനിക്ക് അറിയില്ല, കാരണം അവരങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്യുന്ന ടൈം കുറവായിരുന്നു എന്റെ നോട്ടത്തില്. ഐ വാസ് എൻഗേജ്ഡ് ഇൻ മൈ സ്റ്റഡീസ്. പിന്നെ ആ പേര് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? പേര് മുൻപോട്ട് വെക്കുന്നതിലെ കാര്യം നമുക്ക് അയാളെ അറിയില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മളിപ്പം അയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമ്മളിപ്പോൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ആരാണെന്ന് ചിലപ്പോൾ ആ റെന്റിലുള്ള ഷെയർ ഉള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ അഗ്രിമെന്റിൽ എങ്ങനെ ഉണ്ടെങ്കിലും ഉള്ളു, അല്ലാതെ ആളാരാന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഈ നയന വലിയ ചില സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടത്തിയിരുന്നതായും ഇത് അടുത്ത ചില വ്യക്തികൾക്ക് മാത്രമേ ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ മരണപ്പെടുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ അറിയത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളിൽ ബാങ്കുകളിൽ പോകുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനത്തെ പേഴ്സണൽ ഫിനാൻഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനുമായി ചർച്ച ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അയാള് അങ്ങനെ അധികം ഞാനുള്ളപ്പോ അധികം അങ്ങനെ പുറത്തുപോയി ഞാൻ കണ്ടിട്ടില്ല. അധികം എന്റെ ഓർമ്മയിലില്ല. എന്റെ ഓർമ്മയിലുള്ള ആള് എപ്പോഴും അകത്തിരിക്കുന്ന ആ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അയാളുടെ പേഴ്സണൽ ഒരുപാട് വെയറബിൾസ് ഒന്നും എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഈ അമ്മയുമായിട്ട് മരണപ്പെടുന്നതിന് മുമ്പ് ഈ നയന സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് അമ്മയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഈ പോലീസിനടക്കം നൽകിയിരിക്കുന്ന മൊഴി. അത് സംബന്ധിച്ച എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ അതിന് പിന്നാലെ ഉണ്ടായിരുന്നു? ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ അതിനുശേഷം ഒരുപാട് പിന്നെ ഞാൻ ഈ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി ഞാൻ എന്റെ ട്രീറ്റ്മെന്റും കുറച്ചൊന്ന് ബെറ്റർ ആവുന്നത്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഞാനൊന്ന് മെന്റലി ഹെൽത്തി ആവുന്നതിലോട്ട് ഫോക്കസ് ആയതുകൊണ്ട് നൗ ഐ എം ലൈക്ക് റിയലി ഷോക്ക്ഡ്. ഇതിപ്പോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അപ്പം ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ കാര്യങ്ങൾ അന്ന് വിശദമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉയർന്നിരുന്ന അവ്യക്തതകളും ദുരൂഹതകളും മാറുമായിരുന്നു എന്ന് തോന്നുന്നു. ഷുവർ ആയിട്ടും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും എന്താ പറയാ, ഒരു
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അത് അയാളുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോഴേ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. നമ്മളിപ്പം കോൾസോ അല്ലെങ്കിൽ ആര് വന്നോ പോയി എന്നുള്ളതൊക്കെ അതൊക്കെ വളരെ എന്താ പറയാ എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ അന്ന്. ഇപ്പൊ നമുക്ക് കിട്ടില്ലായിരിക്കും, ഇപ്പൊ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് ഇതൊക്കെ എവിഡന്റ് അല്ലേ, അതൊക്കെ നോക്കാമായിരുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളും പറയുന്നത്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അത് അന്നേ എന്തുകൊണ്ട് നോക്കിയില്ല, എന്തുകൊണ്ട് ഇപ്പോ, ദീസ് ആർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ കമ്മിങ് ടു മൈ മൈൻഡ്. എന്തുകൊണ്ട് ഇപ്പോൾ, അന്ന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്നത് നോട്ടീസ് ചെയ്യപ്പെട്ടില്ല? ഈസ് ദർ എനി സ്പെസിഫിക് ഇന്റൻഷൻ ബിഹൈൻഡ് ദാറ്റ്? അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ ഇന്റൻഷൻസിനെ കുറിച്ചൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ചെയ്യാമായിരുന്നില്ലേ? അത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒറ്റയ്ക്ക് ഒരാള് മരണപ്പെട്ട് കണ്ടെത്തി, അപ്പൊ അയാളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളത് കളക്ട് ചെയ്യേണ്ടിയിരുന്നത് അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലായിരുന്നോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുമ്പോട്ട് പോകാതിരുന്നതിന്റെ കാരണം എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇങ്ങനെ ഒരു നെഗ്ലിജൻസ് ആദ്യഘട്ടത്തിൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ 3.5 വർഷം ഒരു കാത്തിരുന്നതിന് ശേഷം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സുഹൃത്തുക്കൾ പോലും ഈ പരാതിയുമായി രംഗത്തെത്തുന്നത്. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മുടെ ഇതിൽ വരുന്നില്ല. പോരാതിന് ഞാൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ ഒരു വൈഡ് ഫ്രണ്ട് സർക്കിളിൽ എവിടെയും വരുന്ന ആളല്ല. ചേച്ചി എന്നെ ഒരു അനിയത്തിയായിട്ട് എൻ്റെ കൂടെ വന്ന് നിന്നോ എന്ന് പറഞ്ഞ് എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരുത്തിയ ആളാണ്. അയാളോടുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് എനിക്ക്, ഇമോഷണൽ കണക്ഷനാണ് കൂടുതൽ. അപ്പോൾ അയാൾക്ക് അന്നുണ്ടായ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ അന്നുണ്ടായ സംഗതികൾ എന്നെക്കാൾ നന്നായിട്ട് അയാൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? അയാൾക്ക് ഒരു പ്രൊഫഷണലി വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞാനത് അങ്ങനെ ഒരു ചോദ്യം എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാമോ എന്നറിയില്ല, എങ്കിലും അവ്യക്തത നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ പ്രത്യേക സംഘം അന്ന് അവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലുള്ള പരാമർശം സെക്ഷൽ അസ്ഫീക്ഷ്യ എന്ന ഒരു സ്വയം സംതൃപ്തി കണ്ടെത്താൻ വേണ്ടി ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു ശൈലി ഈ പറയുന്ന യുവ സംവിധായിക്ക് ഉണ്ടായിരുന്നു എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഒരുമിച്ച് താമസിച്ച സമയത്ത് എപ്പോഴെങ്കിലും സ്വയം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടോ നയനെ? നയനേച്ചി എന്റെ കാഴ്ചയിൽ ഞാൻ കൂടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അയാൾ സെൽഫ് ഹാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതോ ശരീരത്ത് മുറിവ്, അയാളുടെ ശരീരത്ത് അങ്ങനെ അയാൾ ഉണ്ടാക്കിയതായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ടുള്ള ഒരു മുറിവുകളും ഞാൻ കാണുന്നില്ല. ഞാൻ ഉള്ളപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യും, എന്നിട്ട് എന്താണെന്ന് അന്വേഷിക്കുമല്ലോ. എന്റെ അറിവിൽ ഇല്ല, എന്റെ ഓർമ്മയിലും എന്റെ കാഴ്ചയിലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പരാമർശം ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അത് ഇന്റൻഷനലി സബോട്ടേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണോ പറയുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഈ മരണം നടന്നതിന് ശേഷം മുതലുള്ള പല ഓൺലൈൻ മീഡിയകളുടെയും പലതും ഞാൻ കാണുന്നുണ്ട്. ഒരു പെൺകുട്ടി മരണപ്പെട്ടാൽ എങ്ങനെയൊക്കെ അവൾക്കൊരു ഡീഫമേഷൻ, അവളെ എങ്ങനെയൊക്കെ താറിട്ട് കാണിക്കാം, അവളുടെ ക്യാരക്ടർ എങ്ങനെ അസാസിനേറ്റ് ചെയ്യാം എന്ന രീതിയിലുള്ള പല ന്യൂസുകളും കാണുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ, ദേ റൈറ്റ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ ആദ്യം പറയുന്നു ഇത്തരത്തിൽ വിഷാദ രോഗത്തിന് കടുത്ത വിഷാദ രോഗം അനുഭവിച്ചിരുന്നു, അതിന് മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പം അത്തരത്തിൽ ഈ മുറി അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളില്ലാതിരുന്ന സമയത്ത് ഇത്തരത്തിൽ ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിക്കാനുള്ള സാധ്യത, അങ്ങനെ അത് നമുക്ക് സാധ്യത എനിക്കറിയില്ല. കാരണം എനിക്ക് വിസിബിളി അയാളുടെ ദേഹത്ത് എന്റെ കാഴ്ചയിൽ മുറിവുകളൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അയാൾക്ക് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരാള് പേഴ്സണലി അയാൾ എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു, അയാൾ ആരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. എത്ര കൂടെ അടുത്ത റൂമിലാണെന്ന് പറഞ്ഞാലും അയാള് ഒരു കംപ്ലീറ്റ് എൻറ്റിറ്റിയാണ്, അയാൾക്കേ അറിയുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിൽ ഈ അമ്മയുമായിട്ട് സംസാരിച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മരണപ്പെടുന്നതിന് തൊട്ടും അമ്മയോട് മിണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചത് എന്ത് വിഷയത്തെ പറ്റിയാണെന്ന് അറിയാമോ? ഇല്ല, ഇതിനുശേഷം ഞാൻ ഈ സംഭവത്തിന് ശേഷം മരണവും അതിനുശേഷം ഒരുപാട് കാലത്തേക്ക് ഞാൻ നല്ല ഡിപ്രസ്ഡ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ട്രീറ്റ്മെന്റിലേക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റിലേക്ക് തന്നെ പോകുന്നതും. അത് കഴിഞ്ഞിട്ട് ഈ വിഷയം മാനസികമായിട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലായാലും അപ്രോച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ആക്ച്വലി ഇപ്പൊ നമ്മള് എവിടെങ്കിലും ഒന്ന് ഇരുന്ന് വല്ല വാർഷിക മെമ്മറിയിൽ ഇരുന്ന് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് വിഷമിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യുമെന്നല്ലാതെ ഡീറ്റെയിൽസോ അതെന്ത് ഇതെന്തെന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷൻ വന്നിട്ടില്ല. കാരണം ഇത് അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമുക്ക്. ഇപ്പോഴും എനിക്ക് വ്യക്തമാകാത്ത ഒരു ചോദ്യം, കാരണം ഞാൻ അതുകൊണ്ടാണ് വീണ്ടും അത് എടുത്ത് ചോദിക്കുന്നത്. ഈ 3.5 വർഷങ്ങൾക്കിപ്പുറം
ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പുറത്തു വരാനും അതിങ്ങനെ വലിയ ചർച്ചയാകുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഇന്റൻഷൻ ആർക്കെങ്കിലും ഉള്ളതായി കരുതുന്നുണ്ടോ? അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക? പ്ലസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ നിന്ന് പുറത്തു വന്നു എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ലൈക്ക് അതിന്റെ സോഴ്സ് എന്താണ്? സോ ഐ തിങ്ക് ഇതൊരു ഭയങ്കര സയന്റിഫിക് ആയിട്ട് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും സയന്റിഫിക് ആയിട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട്, ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. അപ്പൊ അത് എങ്ങനെ, എന്തുകൊണ്ട് ഇന്റൻഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഓക്കെ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമുക്കറിയാം ഒരുപാട് യുവ സംവിധായകർ വളർന്നു വരുന്ന സമയമാണ്, പ്രത്യേകിച്ച് IFFK പോലുള്ള അവസരങ്ങളിൽ അവസരം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ലെനിൻ രാജേന്ദ്രനുമായിട്ട് വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ 10 വർഷത്തോളം സഹപ്രവർത്തകയായിട്ടിരുന്ന വ്യക്തിയാണ് ഈ നയന സൂര്യൻ. അപ്പോൾ ആ നയന സൂര്യന് ലെനിൻ രാജേന്ദ്രനുമായിട്ട് അത്തരത്തിലൊരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നതിൽ ഒരു പ്രൊഫഷണൽ ജലസി മറ്റാർക്കെങ്കിലും ഉള്ളതായിട്ട് എപ്പോഴും ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്? എനിക്കറിയില്ല. കാരണം ഞാൻ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ലോകമായിരുന്നു അന്ന്. അപ്പോൾ അവരുടെ പ്രൊഫഷണൽ ലൈഫിലെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ ഈ വലിയ സംവിധായക ഒരു ഫാൻ മൈൻഡോട് കൂടി നോക്കുമെന്നല്ലാതെ എനിക്ക് അവരുടെ പ്രൊഫഷണൽ പ്ലസ് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഈ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത്തരത്തിൽ നിങ്ങൾ ഈ കേസിൽ ആദ്യം മ്യൂസിയം പോലീസിനല്ലേ മൊഴി കൊടുത്തത്? അങ്ങനെ മൊഴി കൊടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ മറ്റാരെങ്കിലും നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനോണിമസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? ഈ അന്വേഷണവുമായിട്ട് എങ്ങനെ സഹകരിക്കാനാണ്? അന്വേഷണവുമായിട്ട് ഇപ്പൊ തന്നെ ഞാൻ ഈ 3 ദിവസങ്ങളായി എനിക്ക് ആക്ച്വലി എത്രത്തോളം മെന്റലി ആൻഡ് ഫിസിക്കലി എത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ കംപ്ലീറ്റ്ലി 24 hours ഞാൻ ഇൻവോൾവ് ആണ്. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുവാണ് മാക്സിമം. അപ്പൊ എനിക്ക് ഓർമ്മയില്ല എന്നുള്ള പോയിന്റിൽ പോലും ഓർത്തെടുക്കാൻ വരെ ഞാൻ എന്റെ മാക്സിമം ഓർക്കുമ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ മുന്നോട്ടാണെങ്കിലും എന്തെങ്കിലും എന്നെ കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യാം എന്നും ഈ അന്വേഷണം മുന്നോട്ട് പോകണം. ഇതിന്റെ അകത്തുള്ള ഒരു സയന്റിഫിക്കലി തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ. പക്ഷേ ആ സയന്റിഫിക്കലി എന്ന് പറയുമ്പോൾ ആ സയന്റിഫിക് ആയിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങൾ അടക്കം എല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുമെന്നൊരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. അപ്പൊ ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംസാരിച്ചിരുന്നു നയനയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ അന്വേഷണം നാട്ടിലും പോയിട്ടില്ല. ഇല്ല, ഞാൻ കുറച്ച് നാളെ നാട്ടിൽ പോയിട്ട് അന്വേഷണം റിപ്പോർട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. അപ്പം ഒടുവിൽ മൊഴി നൽകിയിരിക്കുന്നത് എപ്പോഴാണ്? ഈ അടുത്ത ദിവസങ്ങൾ എന്നാണ് മൊഴി നൽകിയത് അന്വേഷണ സംഘത്തിന്? 1-2 ദിവസം ഞാൻ പോയിരുന്നു. അപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായിട്ടും സമാനമായി തന്നെ സഹകരിക്കുമെന്നാണ്? അതെ, എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ നയനയുടെ വ്യക്തി ജീവിതത്തിൽ ഈ ലെനിൻ സാറിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ വിഷാദത്തിലേക്ക് നയിച്ച മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, കാരണം ആ ഒരു പോയിന്റ് ബ്രേക്കിന് മുന്നേയൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ ഉള്ള ഒരു ചിയർഫുൾ ആയിട്ടുള്ള ആളല്ല. അതിനുശേഷം സാറിന്റെ മരണത്തിന് ശേഷമാണ് അയാൾ ഡിപ്രസ്ഡ് ആയി ഞാൻ കാണുന്നത്. ഈ തൊട്ട് പിന്നാലെ ഇങ്ങനെയാണ് ഈ ഡിപ്രസ്ഡ് ആകുന്ന അവസ്ഥയിലേക്ക് പെട്ടെന്ന് പൊടുന്നനെ മാറുകയായിരുന്നു. സാറിന്റെ മരണത്തിന് ശേഷമാണ് അയാൾ വിഷാദത്തിലേക്ക് പോകുന്നത് എന്നാണ് എന്റെ ഒബ്സർവേഷൻ. അതിന് മുന്നേ അയാൾ കുറച്ചും കൂടി ചിയർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കൂ അങ്ങനെ എന്തെങ്കിലും അതിനിടയിൽ? ആക്ച്വലി ദോസ് ആർ 2 പേഴ്സണൽ തിങ്സ്. ഞാൻ അയാൾ ആരോട് സംസാരിക്കുന്നു, അയാളുടെ ക്ലോസ് അങ്ങനത്തെ കണക്ഷൻസ് ഒന്നും തന്നെ എനിക്ക് അറിയത്തില്ല. 1-2 കൂട്ടുകാരെ ഇവിടെ വെച്ച് കണ്ടും കേട്ടുമുള്ള അറിവല്ലാതെ കുറച്ച് അവരുടെ 1-2 ബേസിക് കൂട്ടുകാരെ അറിയാന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ക്ലോസ് ആയിട്ട് അവരുടെ കോൺവെർസേഷൻസിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ ഈ അടുത്ത ദിവസം, അതായത് ഈ 23-ാം തീയതി ഇങ്ങനെ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ മുറിയിൽ കണ്ടെത്തുന്നു. നിങ്ങൾ 19-ാം തീയതി നിങ്ങളുടെ ജന്മദിനത്തിന്റെ തൊട്ടു പിന്നാലെ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതിനോട് അടുത്ത ദിവസങ്ങളിൽ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസമായിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡേറ്റ് കൃത്യം ഓർമ്മയില്ലെങ്കിലും എങ്ങനെ പോയാലും ഒരു 1-2 ദിവസം എന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായ ഡേറ്റ് എനിക്ക് അത്രയും ആ ഒരു ടൈം ഗ്യാപ്പിൽ എനിക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ട് മെമ്മറി. അപ്പൊ എനിക്കൊന്ന് 1-2 ദിവസം എങ്ങനെ പോയാലും അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചത്. കാരണം അവള് ഭക്ഷണം എങ്ങനെ എടുക്കാതിരുന്നോ, അവള് മെഡിസിനോ എന്തെങ്കിലുമൊക്കെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണമായിരുന്ന ഒരു സാഹചര്യത്തിൽ അത് കിട്ടാതെ പോയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാമെന്ന് കരുതിയിരുന്നു. അപ്പം ഈ ഇത്തരത്തിൽ ഈ ഷുഗർ ലെവൽ വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതിന് മുമ്പ് എപ്പോഴേലും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതിന് മുമ്പ് നാട്ടിൽ വെച്ച് അവള് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈ ലെനിൻ സാറിന്റെ മരണത്തിന് ശേഷം ഹോസ്പിറ്റലൈസ്ഡ് ആയി.
എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഒരു തവണ ഹോസ്പിറ്റലൈസ്ഡ് ആയ ഹിസ്റ്ററി ഉണ്ട് പുള്ളിക്കാരിക്ക്. ഇതുപോലെ എന്തോ ഷുഗർ താഴ്ന്നതോ എന്തോ അഡ്മിറ്റ് ജസ്റ്റ് ആശുപത്രിയിൽ പോയിട്ട് ആയിട്ടുണ്ട് എന്തായാലും. അതെനിക്ക് ഉറപ്പാണ്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ആളെ ഒന്ന് കെയർ ചെയ്യാം, അല്ലെങ്കിൽ അവൾ കഴിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ അടുത്ത് അങ്ങനെ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം മറ്റേതെങ്കിലും സുഹൃത്തുക്കൾ ഇക്കാര്യം അറിഞ്ഞ് അവിടെ വരികയോ ഈ ആളെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയോ ഇല്ല, അവിടെ അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും വന്നു കയറിയതായിട്ട് എന്റെ അങ്ങനെ അധികം ഓർമ്മയില്ല. അപ്പൊ അതായത് ഈ നയന ഇങ്ങനെ ഒരു വിഷാദാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാര്യം നിങ്ങൾ ചുരുക്കം ചില 1-2 പേർക്കല്ലാതെ മറ്റാർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്? അല്ല, അതിപ്പം പുള്ളിക്കാരി വിഷാദാവസ്ഥയിലോട്ട് പോകുന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവരാരും ഇവരുടെ ഇങ്ങനെ ഒരു പുറത്തൊക്കെ വെച്ച് കാണും. അപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു അവര് പുറത്തേക്ക് വളരെ റെയർ ആയിട്ട് നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല എന്റെ ബർത്ത്ഡേക്ക് പുറത്തിറങ്ങി, അതിനു മുമ്പ് ഒരിക്കൽ എന്തോ ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങി, അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പം ഇവരുടെ ചേച്ചിമാരെ സുഹൃത്തുക്കള് ആരൊക്കെ വിളിക്കും. അപ്പം അങ്ങനെ ഉള്ളതേ ഉള്ളൂ. എനിക്കിത് വേഗ് മെമ്മറിയാണ് ആക്ച്വലി. എനിക്ക് ഓർമ്മയുള്ള ഫീലിംഗ്സ് ആണ് ഞാൻ എടുത്തെടുത്ത് പിക്ക് ചെയ്ത് പറയുന്നത്. എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഒരു പോയിന്റെങ്കിലും കൂടുതൽ പറയാൻ പറ്റിയത്, അത് പ്രേക്ഷകർ അറിയട്ടെ എന്ന് കരുതിയാണ്. ഈ മറ്റൊരു കാര്യം, ഈ കുടുംബാംഗങ്ങൾ, അതായത് ഈ ലെനിൻ രാജേന്ദ്രന്റെ കുടുംബാംഗങ്ങളുമായി നയനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഇതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയോ മറ്റോ നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ റീസൺ, ഈ ഫ്രണ്ട് സർക്കിളുമായിട്ട് എനിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, ഇവരുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട്. പിന്നെ നാട്ടിലെ ഫ്രണ്ട്സ്, ഞാനിപ്പോ നാട്ടിലോട്ട് അങ്ങനെ അധികം പോകാറില്ല. ഞാനിവിടെ എന്റെ വർക്കും റിസർച്ചും പേപ്പറും ഒക്കെ ആയിട്ട് ഞാൻ എന്റെ ഒരു വേൾഡിലാണ് ഇരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്കഷനിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഈ പോയിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോഴാണ് ഫുൾ ടൈം നമ്മളിങ്ങനെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തായിരിക്കും ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഇത്രയും കാലത്തിന് ശേഷം. അപ്പം ഈ സുഹൃത്തുക്കളടക്കം നിലവിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ആ ഫ്രണ്ട് സർക്കിൾ, പഴയ ഫ്രണ്ട് സർക്കിൾ വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങുമ്പോഴോ ഒക്കെ കാണുന്ന കാര്യമാണ് ഞാൻ. അല്ല, ഞാൻ അതാണ് ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ നയനയുടെ പഴയ സുഹൃത്തുക്കൾ തമ്മിൽ വീണ്ടും ഈ പോലീസ് സംഘത്തിന്റെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഫോണിലൂടെയും അല്ലാതെയും. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെ പെട്ടെന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം എന്താണ് എന്നൊരു സംസാരം സ്വാഭാവികമായി നിങ്ങൾക്കിടയിൽ ഉണ്ടായി. അതെ, എന്നോടും ഇത് എവിടെ നിന്ന് വന്നു, ഇത് എവിടെയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഇത് നാളെ നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു സർപ്രൈസും ഷോക്കുമാണ് മോസ്റ്റ്ലി ഞാൻ കാണുന്നത്. അത് കോൺഷ്യസ്ലി അതാണ് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചത്. കോൺഷ്യസ്ലി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങളുടെ പക്കൽ എത്താതിരുന്നതാണോ അതോ നിങ്ങൾ അതിന് ശ്രമിക്കാതിരുന്നതാണോ? ഇല്ല, എനിക്ക് പേഴ്സണലി ഞാൻ വേറൊരു വാർഡിലായിരുന്നു. ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടില്ല. മറ്റുള്ള ഫ്രണ്ട്സിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണലി ഒക്കെ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉള്ള ആളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ അതിനകത്ത് ലൈക്ക് ഐ വാസ് ജസ്റ്റ് ബീങ് വിത്ത് ഹർ ഫോർ എ ഫ്യൂ വീക്സ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ലോകത്തിലിരുന്നുകൊണ്ട് അവളെ ഒബ്സർവ് ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ അവളുടെ പേഴ്സണൽ അങ്ങനത്തെ എനിക്ക് ആരെ അറിയത്തൂ. ഞാനൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, ഞാൻ ഇത്രയും നേരം അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നില്ല. നയന കൊല്ലപ്പെട്ടതാണെന്ന് കരുതുന്നുണ്ട്? എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. എന്റെ ആ ഒബ്സർവേഷനിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഐ എം തിങ്കിങ് അങ്ങനെയാണോ എന്ന് ഞാൻ ആലോചിക്കുവാണ്. ഇത്രയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത്രയും അബറേഷൻസ് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെയാണോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, അത് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മനസ്സിൽ ഫിക്സ് ആയിരിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളല്ലേ, ഡിപ്രസ്ഡ് ആയിരുന്ന ഒരാളല്ലേ, അയാള് ഹെൽപ്ലെസ് ആയി പോയി, അയാളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു മോഡിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴാണ് ഈ 3 ദിവസമായിട്ട് ഐ ആം ഓൾസോ കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് വൈ ഹൗ എന്നുള്ള സാധനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ല, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി 8 കാരണങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഴുത്തിലും അടിവയറ്റിലും ഏറ്റ മാരകമായ മുറിവുകൾ, അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നിട്ടില്ല. ആ മുറിവുകളായിരിക്കാം ഒരുപക്ഷെ ഈ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അങ്ങനെ ശരീരം സ്വയം പീഡിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അത്തരത്തിൽ മാരകമായ മുറിവ് സ്വന്തം ശരീരത്തിൽ ഏൽപ്പിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ അയാൾ അങ്ങനെ ഒരാളല്ല. എന്റെ ഒബ്സർവേഷനിൽ ഞാൻ കാണുമ്പോൾ സ്വന്തമായി ശരീരം വേദനിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാനുള്ള 2-3 ആഴ്ചയിൽ അല്ല അതിന് മുമ്പും സ്വന്തമായി അങ്ങനെ സെൽഫ് ഹാം ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉള്ള, അല്ലെങ്കിൽ നമ്മളെ ശരീരത്ത് വൂൺസ് കണ്ടിട്ടുള്ള ആളല്ല.
അപ്പോൾ സ്വാഭാവികമായി പിന്നെ അവശേഷിക്കുന്നത് രണ്ട് പോസിബിലിറ്റീസിലാണ്. അതൊന്ന് ഈ ഷുഗർ ലെവലുണ്ടായ വേരിയേഷൻ, അതല്ല എങ്കിൽ മറ്റാരോ നയനെ അപായപ്പെടുത്തി. ഷുഗർ ലെവലിലുള്ള വേരിയേഷൻ അല്ല എന്ന കാര്യം ഇതോടെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലേ? നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനിപ്പോഴും കൺഫ്യൂസ് ആണ്. ബോഡിയിൽ ഇത്ര മാർക്സ് വരണമെങ്കിൽ അത് അവൾക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലായിരുന്നുവെങ്കിൽ വാട്ട് ഹാപ്പൻഡ് ഇഫ് സംബഡി കെയിം ഇൻ ഓർ അങ്ങനെയാണെങ്കിൽ പോലും ദേ മസ്റ്റ് ഹാവ് ബീൻ സം എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടാവുമല്ലോ. ഒബ്സർവ് ചെയ്യേണ്ടിയിരുന്ന, ഉപേക്ഷിക്കാൻ പാടില്ലാതിരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണേണ്ടതല്ലേ അന്നേ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു അകത്തു നിന്ന് എന്നാണ് ആദ്യ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഏതാണ്ട് 142 സെന്റിമീറ്റർ മാത്രമാണ് നയനയുടെ ഉയരം, അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ലോക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ആ മുറിയുടെ ലോക്ക്? ഐ എം അൺക്ലിയർ, ബട്ട് അവള് തന്നെയാണ് ഡോർ ലോക്ക് ചെയ്യുന്നത് അകത്തുനിന്ന്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അകത്തുള്ളപ്പോ പുള്ളിക്കാരി ഡോർ ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അറിയില്ല അത് അവൾ എങ്ങനെ ലോക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ പുറത്തുള്ളപ്പോഴായിരിക്കുമല്ലോ എന്തെങ്കിലും രാത്രി ഉറങ്ങുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും. അല്ല, ഞാൻ സാധാരണയായിട്ട് ആ മുറി ലോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ പകൽ അവിടെ ഉള്ളപ്പോ ഡോർ തുറന്നിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ചേച്ചി അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഡോർ നോക്ക് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴെങ്കിലും എടാ തുറക്കുവോ എന്ന് പറഞ്ഞിട്ട് നോക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവള് തുറക്കും. സോ ഷീ യൂസ് ടു ലോക്ക് ഹെർ റൂം. ഓക്കെ. അപ്പം അത്തരത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം, അതായത് ഈ ഒരു മരണം സംഭവിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം സമാനമായ രീതിയിൽ വായിൽ നിന്ന് നുരയും പതയും വരുന്ന ഒരു അവസ്ഥ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല 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 അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായനല്ലോ. സോ അത് ഞാൻ ഓർത്തിരുന്നേനെ. പക്ഷെ എന്റെ മെമ്മറിയിൽ ആ ഒരു 2-3 ആഴ്ച പുള്ളിക്കാരി വിഷമത്തിലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കണമായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ദിവസം എനിക്ക് കുക്ക് ചെയ്ത് തരുകയും ചെയ്തു. അന്ന് ചോറുണ്ടാക്കി, കാരണം ഞാൻ കഴിക്കണമല്ലോ, എന്നെ ഒന്ന് സമാധാനിപ്പിക്കണമല്ലോ. അപ്പൊ അവള് ഒരു ദിവസം കുക്ക് ചെയ്ത് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അവള് സിക്കായി കിടക്കുക എന്ന് പറഞ്ഞാൽ അവള് ബെഡിൽ ഇങ്ങനെ കിടക്കും. ഞാൻ നിങ്ങളെ സംശയത്തിന്റെ നിലയിൽ നിർത്തുകയല്ല. 23-ാം തീയതി ഫെബ്രുവരി 23-ാം തീയതി 2019 ആ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എന്റെ എക്സ് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അന്ന് പ്രത്യേക എന്തെങ്കിലും കാരണം കൊണ്ട് പോയതാണോ അതോ? ഇല്ല, ഞാൻ നെറ്റിന്റെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സസ് റെഗുലർ ക്ലാസ് ഇല്ലാത്തപ്പോഴോ എന്തെങ്കിലും അവധിയുള്ളപ്പോഴോ ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോകും, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ പോയൊരു ദിവസമാണത്. അന്നാണ് എനിക്ക് അവിടുന്ന് കോൾ വരുന്നത്. അപ്പൊ നിങ്ങളെ ആരാണ് ഈ കാര്യം വിളിച്ചറിയിക്കുന്നത്? നാട്ടിൽ നിന്ന് 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോമൺ സുഹൃത്തുക്കൾ. അവര് ചേച്ചിയെ വിളിച്ചിട്ട് കണക്ട് ആവുന്നില്ല, സ്വിച്ച് ഓഫ് ആണോ, കിട്ടുന്നില്ല, ആളെ എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഏകദേശം എത്ര മണിയായി കാണും രാത്രിയിൽ? ടൈം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ രാത്രിയാണ്. രാത്രി കാരണം അതെനിക്ക് ഓർക്കാൻ കാരണം രാത്രി ഇവര് ഇത് വിളിച്ചു പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സുഹൃത്തിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറെ കോൾസ് ചെയ്യുന്നു. അപ്പൊ ഇയാളെ കണ്ടെത്തി, അവര് ഡോറെന്തോ പൊളിച്ച് കയറിയോ എന്തോ കണ്ടെത്തി ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഞാൻ ഉണർന്നിരിക്കുവാണ്, വെളുപ്പിനെ വരെ, ഏർലി മോർണിംഗ് വരെ. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാം ഈ നയന ഇങ്ങനെ വിഷാദ രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നു എന്ന കാര്യം അറിയാം. അപ്പോൾ ഈ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടായ പ്രതികരണം എന്താണ്? ഞാൻ പറഞ്ഞു, എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ വിളിക്കരുത്, വിഷ് ചെയ്യരുത് എന്നൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടാ സെലിബ്രേഷൻ അല്ല, ഇപ്പൊ അവര് ചിലപ്പോൾ ദൂരെ നിന്ന് വല്ലതും വന്നതായിരിക്കും, അവളെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ അവിടെ ഉള്ള 1-2 സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരാളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടാണ്, ഇവിടെ സിറ്റിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അവരാണ് വീട്ടിലേക്ക് എത്തുന്നത്. അവര് വേറെ കണക്ട് ചെയ്ത് ചേച്ചീനെയൊക്കെ കണക്ട് ചെയ്ത് വേറെ അവിടെ വന്ന ചേച്ചിയൊക്കെ മരിച്ച ചേച്ചിനെ കണക്ട് ചെയ്തിട്ട് അവര് ഡോറ് തുറക്കാൻ ശ്രമിച്ചു, പോലീസിനെ വിളിച്ചു എന്നറിഞ്ഞു. ഓക്കെ. അപ്പം നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത് ഈ സംഭവം? ഞാൻ അന്ന് ഈ വിഷയം അറിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അവിടെ അങ്ങനെ ആ പ്രഷറിൽ ഇരുന്നിട്ട്, കാരണം രാത്രി അത്ര ലേറ്റ് നൈറ്റ് ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഏർലി മോർണിംഗ് ഞാൻ എത്തുവാണ്. അപ്പൊ നിങ്ങൾ എത്തുന്ന സമയത്ത് ഈ ശരീരത്തിലെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് കാണാവുന്ന അവസ്ഥയിൽ മുഖത്തോ കൈകളിലോ മറ്റെവിടെങ്കിലും ക്ഷതമേറ്റതായോ അങ്ങനെ സംശയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്, ആ സമയത്ത് ഇങ്ങനൊരു ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഞാനില്ല. ഞാൻ ആ സമയത്ത് മുഴുവനുള്ളത് ആള് മരിച്ചുപോയി, ആള് എന്താ പറയാ ആരോഗ്യ ക്ഷയിച്ച് മരിച്ചുപോയി, അല്ലെങ്കിൽ ഷുഗർ താഴ്ന്ന് മരിച്ചുപോയി എന്നുള്ള മോഡിലാണ് ഞാനും ഇരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എന്നെ കണ്ടിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചറിയായിരിക്കും,
ഞാൻ ആ സമയത്തൊന്നും ഒരു സ്വബോധത്തിലും അല്ല, കാരണം എനിക്ക് അത്രയും വിഷമത്തിലാണ് ഞാനുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഔട്ട് ഓഫ് മൈ മൈൻഡ് ആയിട്ടാണ് നടക്കുന്നതാണ്. ചേച്ചി പോയത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ഇപ്പോഴാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് മൈൻഡ് തന്നെ വരുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒപ്പം സ്വന്തം നാട്ടുകാരി, ഒരേ മുറിയിൽ താമസിച്ചവർ, ഒരു വസതിയിൽ താമസിച്ചവർ, അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ കാര്യങ്ങൾ. ഒരേ മുറിയിലല്ല, ഞാൻ ഹാളിലായിരുന്നു. ഒരു വരിഞ്ഞ കട്ടിൽ അവളെ ഉണ്ടായിരുന്നു. അവൾ അവളുടെ മുറിയിലും ഞാൻ ഹാളിലുമാണ് താമസിച്ചിരുന്ന സമയത്ത്. അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ഞാൻ കൂടുതലായി ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം എനിക്കറിയാം. എങ്കിലും ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ആകാംക്ഷയോടെ ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിൽ ആ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് മറ നീക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ആ ദുരൂഹത ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെയും കൂടി ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ഇത് ഒരു കൊലപാതകമാണെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് അതിഭയങ്കരമായ മാനസിക സമ്മർദ്ദമാണ്. എന്റെ പേഴ്സണൽ ലൈഫിലായാലും മെന്റൽ ഹെൽത്തിലായാലും അതിഭയങ്കരമായി അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ 3 ദിവസമായി വേറൊന്നും ഡീൽ ചെയ്യുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആദ്യത്തെ 4 വർഷം മുമ്പുള്ള അസംഷൻസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് ആലോചിച്ച് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ വരില്ലായിരുന്നല്ലേ എന്നൊക്കെ വളരെ വളരെ പെയിൻഫുൾ ആയിട്ട് ആലോചിച്ചിരുന്ന ഞാൻ ഇപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം ഇത് കാണുമ്പോൾ ഐ എം ഈക്വലി ഷോക്ക്ഡ്. എനിക്ക് അത്രേ പറയാനുള്ള. ആ ഷോക്കിൽ നിന്ന് ഇറങ്ങാൻ പോലും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ബീൻ ലൈക്ക് ഓൺലി 3 days അല്ലേ. ഈ ന്യൂസ് വന്നിട്ട് 2-3 ദിവസമാണുള്ളൂ. ഈ ദിവസങ്ങളിൽ ഇത്രയും ഞാൻ ഫിസിക്കലി വയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ഈ ഫിസിക്കലി മെന്റലി വയ്യാത്ത ഞാൻ ഇതിൽ നിന്ന് ഈ തോട്ടിൽ നിന്ന് പോലും ഇറങ്ങാനോ എന്റെ വർക്കോ റിസർച്ചോ ഒന്നും ഫോക്കസ് ചെയ്യാതെ ഞാൻ ആലോചിക്കുകയാണ് ഇത് എന്താണ് സംഭവിക്കുന്നത്. മേ ബി അത്രയും കൺഫ്യൂസ്ഡ് ആണ് നമ്മൾ. ഇത് എന്തുകൊണ്ട് ഇപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. അത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇത്രയും കാലം ഇത്രയും കാലം ഈ സാധനം എവിടെയായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പം ഞാനിപ്പം വഴിയിൽ വെച്ചിട്ട് ഇപ്പം നമ്മളൊരു കോമൺ പഴയൊരു ഫ്രണ്ടിനെ കണ്ടാലും ഞാൻ ചോദിക്കും, ഇതെവിടെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു സംഗതിയുള്ള കാര്യം? അപ്പൊ അവര് ഇല്ല, നമ്മളും അറിഞ്ഞില്ല, ഇത് എവിടുന്നാ വന്നേ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളും കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പം എന്തായാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്ന്, ആദ്യം വന്ന വീഴ്ച അവർ ഒഴിവാക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. എന്തായാലും ശാരീരികമായിട്ട് ഈ പ്രയാസങ്ങൾക്കിടയിലും ഇത്രയും അധികം നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ന്യൂസ് 8ന്റെ പേരിൽ നന്ദി പറയുന്നു. എന്തായാലും കൃത്യമായ നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് നയന സൂര്യന്റെ ഒപ്പം ആ വസതിയിൽ താമസിച്ചിരുന്ന കരുനാഗപ്പള്ള സ്വദേശിനിയായിട്ടുള്ള യുവതി ഇപ്പോൾ ന്യൂസ് 8നോട് നടത്തിയിരിക്കുക. എന്തായാലും ഇത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ നടക്കുമെന്ന കാര്യമാണ് വ്യക്തമാക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചാണ് നയന മരിച്ചത് എന്ന തരത്തിൽ ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടക്കം വന്നിട്ടുള്ള റിപ്പോർട്ടുകളെ, അതിലെ പരാമർശങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന നയനയുടെ സുഹൃത്തടക്കം. ഇന്ന് നമ്മൾ നയനയുടെ മറ്റ് ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം പോലീസിനെ അത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അവരാരും അങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും നയനെ അങ്ങനെ ചെയ്യത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയാകുന്നത് ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സംശയങ്ങൾ ബലപ്പെടുത്തുന്ന തരത്തിൽ ആ കഴുത്തിലും അടിവയറ്റിലും ഏറ്റ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ്. എന്തായാലും അത് സംബന്ധിച്ച ദുരൂഹതകളിൽ അന്വേഷണം നടത്തേണ്ടത് ക്രൈംബ്രാഞ്ചാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകൾ, കണ്ടെത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും. കിരൺ, ഡാൻ, എന്തായാലും ഈ സമയത്ത് നയനയുടെ അവസാന ഘട്ടത്തിൽ നയനയുടെ വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ സ്വയം മുറിപ്പെടുത്തുന്ന ഒരു ശീലമുള്ളതായി അവർക്ക് അറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മുറിവ് അതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അവർക്ക് കൃത്യമായി അറിയില്ല. ഇനി ഓർമ്മ വരുന്ന മുഴക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഇപ്പോ കേൾക്കുന്ന തരത്തിലുള്ള സംശയങ്ങളൊന്നും അന്ന് ഉടലെടുത്തിട്ടില്ല. കാരണം ഞാനന്ന് കൂടെ താമസിക്കുന്ന വളരെ കുറച്ചു കാലമാണെങ്കിലും ആ കൂടെ താമസിച്ചിരുന്ന നാളുകളിൽ മിക്ക ദിവസങ്ങളിലും പ്രോപ്പറായി ഭക്ഷണം കഴിക്കാതെ, പ്രോപ്പറായി ഉറങ്ങാതെ, ദിവസവും വേദനിച്ചും കരഞ്ഞും അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് നയനേച്ചി. പുള്ളിക്കാരിയുടെ മെന്റർ ആയിട്ടുള്ള ലെനിൻ സാർ മരിച്ചതിന് ശേഷം നിരന്തരം ഇങ്ങനെ വേദനയിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് അങ്ങോട്ട് മാറുന്ന സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധ്യതയുള്ള, ഷുഗർ ലെവൽ താണു പോകാൻ സാധ്യതയുള്ള, വളരെ വീക്ക് ബോഡിയുള്ള ഒരാളാണ്. മാത്രമല്ല അതിനു മുൻപ് വീട്ടിൽ വെച്ചിട്ട് ചേച്ചി ഹോസ്പിറ്റലൈസ്ഡും ആയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ഉറങ്ങില്ല, എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടച്ചാലായി.
അപ്പൊ ആ ഒരു ആംഗിളിൽ കൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. തുടക്കത്തില് നല്ല വിഷാദത്തിലായിരുന്നു, കടുത്ത വിഷാദത്തിൽ. കാരണം ഞാനും മാനസികമായിട്ട് മറ്റ് പല എന്റെ പേഴ്സണൽ കാര്യങ്ങളും ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എന്നേക്കാൾ വലിയൊരു വിഷാദ രോഗിയായിട്ടാണ് അവളെ കണ്ടത്. പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ ആ ഒരു വിഷാദത്തിൽ ഇരിക്കുന്നിടത്ത് അങ്ങനെ ഇരിക്കുക, ആ യൂക്കുലേലെ വായിച്ച് ഇങ്ങനെ വായിക്കാൻ അറിയില്ല അവൾക്ക്, പക്ഷെ അവൾ അതിലിങ്ങനെ കളിച്ച് ചിന്തയിൽ മുഴുകിയിരിക്കലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മോസ്റ്റ്ലി. അല്ലാതെ പുള്ളിക്കാരി ഒരു എന്താ പറയാ ഒരു ഒച്ച വെച്ച് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങനെ എന്റെ അടുത്ത് റേസ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ, ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഞാൻ അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലായിരുന്നു. ലൈക്ക് ഐ വാസ് എ യങ്ങർ സിസ്റ്റർ ഓർ സംതിങ്. അപ്പൊ അവള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് പേഴ്സണലി അങ്ങനെ ഷെയർ ചെയ്തിട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പം റിപ്പോർട്ടർ ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കൂട്ടുകാരിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് ഏറ്റവും ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാവാൻ സാധ്യതയുള്ള ഏതെല്ലാം പോയിന്റുകളാണ് കാണാൻ കഴിയുന്നത്? കൃത്യമായ ഒരു ഗൂഢാലോചന ഈ ഉന്നയിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ പരിശോധിച്ചാൽ അവിടെ 8 കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ നയന സൂര്യന്റെ ശരീരത്തിൽ മാരകമായ രീതിയിൽ, അതായത് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് കഴുത്തിലെയും അടിവയറ്റിലെയും പരിക്കുകളെ കുറിച്ചാണ്. അത്തരത്തിൽ സ്വയം ഒരാൾക്ക് ക്ഷതമേൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റ് ഫോറൻസിക് വിദഗ്ധരിൽ നിന്നും അടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നയന ശാരീരികമായി അല്ലെങ്കിൽ വളരെയധികം മനസ്സ് തകർന്ന അവസ്ഥയിലാണ്, വിഷാദാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മറ്റ് ചില സുഹൃത്തുക്കൾ കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അറിവിന്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ തന്നെ, അതായത് ആ സമയത്ത് നയന സൂര്യൻ എന്ത് സംഭവിച്ചാലും അത് വിഷാദ രോഗത്തെ തുടർന്ന് നയന തന്നെ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് ഒരു നിഗമനമേ ഉണ്ടാകത്തുള്ളൂ എന്ന കൃത്യമായ ബോധ്യമുള്ള ആരോ ഒരാൾ ഒരുപക്ഷെ നയന സൂര്യനെ അപായപ്പെടുത്തിയത് ആയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന അന്വേഷണത്തിലെ വെളിപ്പെടുത്തലുകളിൽ നിന്ന്, കണ്ടെത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു അഭ്യൂഹം ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ ആ ഒരു സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ശരീരത്തിന്റെ പല ഭാഗത്തായി കണ്ടിരിക്കുന്ന ആന്തരിക അവയവങ്ങൾക്കടക്കം ഏറ്റിരിക്കുന്ന ക്ഷതമാണ്. അങ്ങനെ ക്ഷതമേറ്റിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷതം ഏൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുറിയിലേക്ക് മറ്റാരോ കടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് നിലവിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നയനയെ കണ്ടെത്തുന്ന അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ആ മുറിയിൽ നിന്ന് വിരലടയാളം ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ വിരലടയാളം ശേഖരിക്കുന്ന പ്രൈമറി എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൽ പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പറയേണ്ടി വരും. അത് തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളോടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആ നയനയുടെ വസ്ത്രങ്ങളോ ഒപ്പം തന്നെ നയനയുടെ ശരീരത്തിൽ നിന്നോ വിരലടയാളം ശേഖരിക്കുന്നതിലും ആ മുറിയിൽ നിന്ന് വിരലടയാളം ശേഖരിക്കുന്നതിലും അന്വേഷണ സംഘത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ആ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് തന്നെയാണ് മുൻപോട്ട് ഈ അന്വേഷണം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. കിരൺ, അതീവ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നയനയുടെ സുഹൃത്ത് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മരണത്തെ സംബന്ധിച്ച് ചില ദുരൂഹതകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് കൂടിയാണ് ഇത്. മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഇതിനകത്തുണ്ടോ? പക്ഷേ ഒന്ന് വളരെ വ്യക്തമാണ്, ഈ സാഹചര്യങ്ങളെല്ലാം പറയുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്നുണ്ടായത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ഈ സാഹചര്യങ്ങൾ പ്രാഥമികമായ ഒരു അന്വേഷണത്തിന് വേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ പോലും പോലീസ് അന്ന് ചെയ്തിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. പക്ഷേ അന്ന് ഈ സുഹൃത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഏതെങ്കിലും തരത്തിൽ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു ശീലം അവർക്കുള്ളതായി അറിയില്ല. 2 ആഴ്ചയിലേറെ കാലം ആ വീട്ടിൽ താമസിച്ചതാണ്. പക്ഷേ അപ്പോഴെങ്കിലും എവിടെയെങ്കിലും അത്തരത്തിലൊരു മുറിവോ ഒന്നും അവർ കണ്ടിട്ടില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ മരണത്തിൻ്റെ ദുരൂഹത കൂടുതൽ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടിയാണ് സുഹൃത്ത് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക്. യുവ സംവിധായിക നയന സൂര്യൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നയനയുടെ സുഹൃത്തും അവസാന ഘട്ടത്തിൽ നയനയുടെ വീട്ടിൽ താമസിച്ചിരുന്ന നയനയുടെ അടുത്ത സുഹൃത്ത് ന്യൂസ് 18 ഞങ്ങളുടെ ഡാൻ കുര്യന് ഒപ്പം ചേർന്നുകൊണ്ട് വെളിപ്പെടുത്തിയത്. ഡാൻ കുര്യനുള്ള അഭിമുഖത്തിൽ അവർ സ്വന്തം ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് അടിമയായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും മുറിവുണ്ടായതായി അറിയില്ല എന്ന് അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില നിർണായകമായ വെളിപ്പെടുത്തലുകളും നടത്തി. ഇനിയും ആ നിർണായകമായ വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണരൂപം ഞങ്ങൾ നൽകുന്നുണ്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.